ഹായ് മക്കളെ, ഇറ്റ്സ് മീ അർഷിദ് ആരിഫ് ഫ്രം എജുബ്ലിറ്റ്സ് ലേണിംഗ്. ഇന്ന് നമ്മൾ സോളജിയാണ് എടുക്കുന്നത്. മനോഹരമായി നമുക്ക് പഠിച്ചു തീർക്കാം സോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. എൻ്റെ ശബ്ദം കേൾക്കുന്ന NCET എജുബ്ലിറ്റ്സ് ലേണിങ്ങിൻ്റെ NCET CUET കോഴ്സിലേക്ക് ചേർന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി എജുബ്ലിറ്റ്സിന് വേണ്ടിയും എൻ്റെ സ്വന്തം നിലക്കും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ മക്കളെ, നിങ്ങളുടെ വിലപ്പെട്ട സമയം ഒരിക്കലും പാഴാക്കാത്ത വിധത്തിൽ ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് NCETയും CUET ഒക്കെ ക്രാക്ക് ചെയ്ത് അടിപൊളി അടിച്ചാപ്പൊളി കിടുക്കാച്ചിയായിട്ട് മുന്നോട്ട് പോകണം. നിങ്ങൾ എജുബ്ലിറ്റ്സിൻ്റെ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. കംപ്ലീറ്റ് സപ്പോർട്ട് തന്ന് വളരെ സിമ്പിളായി നമുക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനെ തകർത്ത് തരിപ്പണമാക്കണം. യെസ്, അങ്ങനെയാണെങ്കിൽ കൂടുതൽ നേരം വാചകമടിക്കാതെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മക്കളെ, സോളജിയാണ് നമ്മുടെ സബ്ജക്റ്റ്. സോളജി ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററാണ് ഞാൻ എടുക്കുന്നത്. ഈ ചാപ്റ്റർ വളരെ രസകരമായ ചാപ്റ്ററാണ്. യെസ്, നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ്. വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നുള്ളത്. എന്നാൽ നിങ്ങൾ +2 ബോർഡ് എക്സാമിനും അതുപോലെ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ വിഷയം പഠിക്കാം. യെസ്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ആദ്യമായി എൻ്റെ മക്കളോട് പറയുന്നത്, നിങ്ങൾ ഈ ക്ലാസ് കേൾക്കേണ്ടത് ഒരു ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ പോലും ഒരു ഓഫ്ലൈൻ ക്ലാസ് കേൾക്കുന്ന പ്രതീതിയോട് കൂടെയാണ് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കേണ്ടത്. അഥവാ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ ഒരു അധ്യാപകൻ്റെ മുമ്പിൽ ഇരുന്ന് ക്ലാസ് കേൾക്കുന്നത് പോലെ, ഒരു അധ്യാപകൻ്റെ മുമ്പിൽ ഇരുന്ന് കേൾക്കുന്നത് പോലെയല്ല, ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്ന രീതിയിലാണ് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കേണ്ടത്. ഞാൻ ഓരോ ടേംസ് പറയുന്ന സമയത്ത്, ഓരോ ടോപ്പിക്ക് പറയുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങളത് ഉച്ചത്തിൽ തന്നെ പറയണം. ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്ന രീതിയിൽ തന്നെ എൻ്റെ പൊന്നുമക്കൾ ഇരിക്കണം എന്ന് മാത്രം ആമുഖമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടിപൊളി അടിച്ചാപ്പൊളി കിടുക്കാച്ചിയായ നമ്മുടെ ടോപ്പിക്കിലേക്ക് പ്രവേശിക്കുകയാണ്. യെസ്, നമ്മൾ തുടങ്ങുന്നു ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. എടാ മക്കളെ, ഹ്യൂമൻ റീപ്രൊഡക്ഷനെ കുറിച്ച് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്, ആദ്യം നമ്മൾ പഠിക്കുന്നത്, നമുക്കറിയാം ഒരുപാട് ടൈപ്പ് റീപ്രൊഡക്ഷൻ ഉണ്ട്. നമ്മൾ ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. ബോട്ടണിയിലൊക്കെ ഒരുപാട് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ടെക്നിക്കുകൾ, മെത്തേഡുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. എന്തുകൊണ്ടാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷനെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്? ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ 2 പാരന്റുകൾ ഉണ്ട്. അപ്പൊ എന്താണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ? 2 പാരന്റ്സ് ഇൻവോൾവ് ചെയ്യുന്ന റീപ്രൊഡക്ഷനെയാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. സോ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഈസ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ബിക്കോസ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഇൻവോൾവ്സ് 2 പാരന്റ്സ്. നമുക്കറിയാം 2 പാരന്റ്സ്, മെയിൽ ആൻഡ് ഫീമെയിൽ പാരന്റ്സ് ഉള്ള റീപ്രൊഡക്ഷൻ ആണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അങ്ങനെയാണെങ്കിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന എല്ലാ ആളുകളും പ്രസവിക്കുന്നവരാണോ? അല്ലല്ലല്ലല്ല. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ നടത്തുന്ന എല്ലാ ആളുകളും പ്രസവിക്കുന്നവരാണോ? അല്ലല്ലല്ല. എടാ മക്കളെ, നമുക്ക് 2 വാക്കുകൾ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഒവിപാരസും വിവിപാരസും. എടാ മക്കളെ, ഒവിപാരസും വിവിപാരസും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഒവിപാരസോ, അതെന്താ? ഒവിപാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയിടുന്ന ജീവികൾ. ഒവിപാരസ് എന്ന് പറഞ്ഞാൽ ഉറക്കെ പറ, മുട്ടയിടുന്ന ജീവികൾ. നിങ്ങൾ എൻ്റെ കൂടെ വേണം മക്കളെ. ഒവിപാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയിടുന്ന ജീവികൾ. അങ്ങനെയാണെങ്കിൽ വിവിപാരസ് എന്താ? വിവിപാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവിക്കുന്ന ജീവികൾ. അങ്ങനെയാണെങ്കിൽ ഹ്യൂമൻ ബീങ്സ് സെക്ഷുവൽ റീപ്രൊഡ്യൂസിംഗ് ഓർഗാനിസം ആണ്. മറിച്ച് അതുമാത്രമല്ല, അത് വിവിപാരസുമാണ്, പ്രസവിക്കുന്ന ഓർഗാനിസവുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഹ്യൂമൻ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ 2 പാരന്റ്സ് വേണ്ടേ? വേണല്ലോ സാറേ, 2 പാരന്റ്സ് വേണം. ഏതാ മക്കളെ 2 പാരന്റ്സ്? നമുക്കറിയാം മെയിൽ പാരന്റും ഫീമെയിൽ പാരന്റും. എന്തൊരെളുപ്പം! മെയിൽ പാരന്റും ഫീമെയിൽ പാരന്റും. അങ്ങനെ മെയിൽ പാരന്റും ഫീമെയിൽ പാരന്റും ഉള്ള റീപ്രൊഡക്ഷൻ ആണല്ലോ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അങ്ങനെയാണെങ്കിൽ മെയിലിന് റീപ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതിനെ നമ്മൾ എന്താ വിളിക്കുക? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ ഫീമെയിലിന്റെ ശരീരത്തിൽ റീപ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്ന ഒരു കൂട്ടം അവയവങ്ങളില്ലേ, ഒരു കൂട്ടം ഓർഗൻസ് ഇല്ലേ, ദാറ്റ് ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് നമ്മൾ എന്ത് വിളിക്കും? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പോൾ എൻ്റെ പൊന്നുമക്കളെ, നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് പോയിന്റ് റീപ്രൊഡക്റ്റീവ് ഇവന്റുകളാണ്. എന്താ റീപ്രൊഡക്റ്റീവ് ഇവന്റ്
ഈവൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്രൊഡക്ഷൻ്റെ ഘട്ടങ്ങൾ, റീപ്രൊഡക്ഷനിലുള്ള ഈവൻറ്റുകൾ, അതാണല്ലോ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ്. ആക്ച്വലി ഈ ചാപ്റ്ററിൽ റീപ്രൊഡക്റ്റീവ് ഈവൻറ്റുകളെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ രണ്ടാൾ വേണ്ടേ? രണ്ടാൾ വേണം. ആര് വേണം? ഒരു മെയില് വേണം. ജിബ്രലക്ക ജിബ്രാണ്ടി ഒരു മെയിലുണ്ട്. പിന്നെയോ ഒരു ഫീമെയിലും വേണം. ആര് വേണം? ഫീമെയിലും വേണം. ഒരു ഭാര്യയും വേണം, ഒരു ഭർത്താവും വേണം. ഇവർ തമ്മിലാണല്ലോ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. യെസ്, നമ്മളൊക്കെ മാന്യന്മാരാണ്, നമുക്കറിയുന്ന റീപ്രൊഡക്ഷനൊക്കെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റീപ്രൊഡക്ഷനാണ്. വേറുള്ള റീപ്രൊഡക്ഷൻ ഒന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല, അതിലേക്കൊന്നും എൻ്റെ കുട്ടികൾ പോകുകയും വേണ്ട. അങ്ങനെയാണെങ്കിൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ മെയിലും ഫീമെയിലും വേണം. റീപ്രൊഡക്ഷൻ്റെ ഘട്ടങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. റീപ്രൊഡക്ഷൻ്റെ ഘട്ടങ്ങൾ വളരെ എളുപ്പമാണ് മക്കളെ. നോക്ക് മക്കളെ, നോക്ക് ഇങ്ങോട്ടാ. അങ്ങനെ റീപ്രൊഡക്ഷൻ്റെ ഇവൻറ്റുകൾ നമുക്ക് 6 ഇവൻറ്റുകളുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കണം? ഞാൻ നേരത്തെ വരച്ചു. ഒരു മെയിൽ ഉണ്ടാകും, ഒരു ഫീമെയിൽ ഉണ്ടാകും. ഉണ്ടല്ലോ. യെസ്, മെയിലും ഫീമെയിലും ഉണ്ട്. ഈ മെയിലിൻ്റെ ശരീരത്തിൽ ആദ്യം മെയിൽ ഗാമേറ്റ് ഉണ്ടാകണം. എന്തുണ്ടാകണം? മെയിൽ ഗാമീറ്റ് ഉണ്ടാകണം. മെയിൽ ഗാമീറ്റ് ഉണ്ടാകണം. മെയിൽ ഗാമീറ്റ് ഏതാ? ഉറക്കെ പറ. മെയിൽ ഗാമീറ്റ് സ്പേമാത്രേ. എന്താത്രേ? സ്പേമാത്രേ. അപ്പൊ മെയിൽ ഗാമീറ്റ് ആയ സ്പേം ആണിന്റെ ശരീരത്തിൽ ഉണ്ടാകണം. പെണ്ണിന്റെ ശരീരത്തിലോ ഫീമെയിലിന്റെ ശരീരത്തിലോ ഫീമെയിൽ ഗാമീറ്റ് ഉണ്ടാകണം. എന്തുണ്ടാകണം? ഫീമെയിൽ ഗാമീറ്റ് ഉണ്ടാകണം. ഫീമെയിൽ ഗാമീറ്റ് ഏതാ? ഓവം മാത്രേ. എന്താണ്? ഓവം. അങ്ങനെയാണെങ്കിൽ മെയിൽ ഗാമീറ്റ് ആയ സ്പേം ഒരു ആണിന്റെ ശരീരത്തിൽ ഉണ്ടാവണം. ഫീമെയിൽ ഗാമീറ്റ് ആയ ഓവം ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഉണ്ടാകണം. അങ്ങനെ മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാ മക്കളെ ഗാമിറ്റോജെനിസിസ്. ഉറക്കെ പറ. ഗാമിറ്റോജെനിസിസ്. ബയോളജിയിൽ ജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ടാവുക, ഫോർമേഷൻ. ജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ടാവുക, ഫോർമേഷൻ. അപ്പൊ ഗാമിറ്റോജെനിസിസ് എന്ന് പറഞ്ഞാലോ ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്. ഉറക്കെ പറ. ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്. എന്താ? ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഫോർമേഷൻ ഓഫ് ഗാമീറ്റ് ആണ് ഗാമിറ്റോജെനിസിസ്. മെയിൽ ഗാമീറ്റ് ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെർമറ്റോജെനിസിസ്. ഉറക്കെ പറ. സ്പെർമറ്റോജെനിസിസ്. നമ്മൾ പഠിച്ചതാണ്. ജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ടാവുക, ഫോർമേഷൻ. അപ്പൊ ഗാമിറ്റോജെനിസിസ് എന്ന് പറഞ്ഞാലോ ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്. എന്തൊരു എളുപ്പം. അങ്ങനെയാണെങ്കിൽ ഗാമീറ്റുകൾ രണ്ടെണ്ണാണ്. മെയിൽ ഗാമീറ്റ് ആയിട്ടുള്ള സ്പേമും അതുപോലെ ഫീമെയിൽ ഗാമീറ്റ് ആയിട്ടുള്ള ഓവവും. അങ്ങനെയാണെങ്കിൽ മെയിൽ ഗാമീറ്റ് ആയ സ്പേം ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമുക്ക് എന്താ വിളിക്കാൻ പറ്റുക? സ്പെർമറ്റോജെനിസിസ്. ഉറക്കെ പറ. സ്പെർമറ്റോജെനിസിസ്. സോ വാട്ട് ഈസ് സ്പെർമറ്റോജെനിസിസ്? ഫോർമേഷൻ ഓഫ് സ്പേം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഊജെനിസിസ്? എന്താണ് ഊജെനിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഫോർമേഷൻ ഓഫ് ഓവം. ഓവം ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഊജെനിസിസ്. ഉറക്കെ പറ. ഊജെനിസിസ്. സോ ഗാമിറ്റോജെനിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്. ജെനിസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ. അങ്ങനെയാണെങ്കിൽ ഗാമിറ്റോജെനിസിസിൽ 2 പ്രോസസ്സ് നടക്കണം. സ്പേം ഉണ്ടാകുന്ന ഒരു പ്രോസസ്സും നടക്കണം. ഫീമെയിൽസിലാണെങ്കിൽ ഓവം ഉണ്ടാകുന്ന പ്രോസസ്സ് നടക്കണം. സ്പേം ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ വിളിക്കുക? സ്പെർമറ്റോജെനിസിസ്. സോ വാട്ട് ഈസ് സ്പെർമറ്റോജെനിസിസ്? ഫോർമേഷൻ ഓഫ് സ്പേം. വാട്ട് ഈസ് ഊജെനിസിസ്? ഫീമെയിലിൽ ഓവം ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ വിളിക്കുക? ഊജെനിസിസ്. സോ വാട്ട് ഈസ് ഊജെനിസിസ്? ഫോർമേഷൻ ഓഫ് ഓവം. അടിപൊളി അല്ലടാ? ഇതുവരെ പറഞ്ഞത് സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യം ഒരു ആണിന്റെ ശരീരത്തിൽ മെയിൽ ഗാമേറ്റ് സ്പെർമറ്റോജെനിസിസിലൂടെ സ്പേം ഉണ്ടാവുകയും ഫീമെയിൽ ഗാമീറ്റ് ആയ ഓവം ഊജെനിസിസിലൂടെ ഉണ്ടാവുകയുമാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. റീപ്രൊഡക്ഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അങ്ങനെ ഈ ഗാമേറ്റ് ഇങ്ങനെ ഉണ്ടായിട്ട് കുത്തിയിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. രണ്ടാമത്തെ സ്റ്റെപ്പ് നടക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? ഉറക്കെ പറ. ഇൻസെമിനേഷൻ. ഉറക്കെ പറ. ഇൻസെമിനേഷൻ. എന്താണ് ഇൻസെമിനേഷൻ? വളരെ സിമ്പിൾ. മെയിൽ ഗാമീറ്റ് ആയിട്ടുള്ള സ്പേമിനെ ഫീമെയിലിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസെമിനേഷൻ. ഇപ്പോൾ മെയിൽ ഗാമേറ്റ് മെയിലിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലാണ്, ഫീമെയിൽ ഗാമേറ്റോ ഫീമെയിലിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലാണ്. പക്ഷെ അത് അപ്പുറത്തിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഫീമെയിലിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് സ്പേമിനെ ട്രാൻസ്ഫർ ചെയ്യണം. ആ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാ ഇൻസെമിനേഷൻ. സോ വാട്ട് ഈസ് ഇൻസെമിനേഷൻ? ട്രാൻസ്ഫർ ഓഫ് സ്പേം.
ട്രാൻസ്ഫർ ഓഫ് സ്പേം ഇൻ ടു ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്. ട്രാൻസ്ഫർ ഓഫ് സ്പേം ഇൻ ടു ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്. എടാ, സ്ത്രീകളുടെ ജെനിറ്റൽ എന്ന വാക്ക് എവിടെ കേട്ടില്ലാലും അതിൻ്റെ അർത്ഥം ലൈംഗിക അവയവം എന്നാണ്. ഫീമെയിൽ ജെനിറ്റൽ ട്രാക്റ്റിലേക്ക് അല്ലെങ്കിൽ വജൈനയിലേക്ക് ഈ പറയുന്ന സ്പേമിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻസെമിനേഷൻ. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അങ്ങനെയാണെങ്കിൽ മെയിൽ ഗാമേറ്റ് ഇപ്പോൾ സ്ത്രീയുടെ ലേഡീസിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് എത്തി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, അതേ ചരിത്ര സംഭവം, മെയിൽ ഗാമീറ്റ് ആയിട്ടുള്ള സ്പേമ ഫീമെയിൽ ഗാമീറ്റ് ആയിട്ടുള്ള ഓവത്തിനോട് കണ്ടുമുട്ടണം. അതെ, ആ അസുലഭ മുഹൂർത്തം നടക്കുന്നത് എവിടെയാണ്? സ്ത്രീകളുടെ ശരീരത്തിൽ. ഇതാ നമ്മുടെ സ്ലൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ ശരീരത്തിൽ നമുക്കറിയാം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. എവിടെയാ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം? യെസ്, ലുക്ക്, ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വജൈനയിലൂടെ സ്പേം ഉള്ളിലേക്ക് പോകുന്നു. വജൈനയിലൂടെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയി യൂട്രസും കടന്ന് ഗർഭപാത്രവും കടന്ന് നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് സ്പേമും ഓവവും ഫ്യൂഷൻ നടക്കുന്നത്. സോ സ്പേമും ഓവവും തമ്മിൽ കൂടിച്ചേരുന്നത്, ഫ്യൂഷൻ നടക്കുന്നത് ഫീമെയിൽ ബോഡിയുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് വെച്ചിട്ടാണ്. ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേര് അതിന് പ്രത്യേകമായി ഫെർട്ടിലൈസേഷൻ നടക്കുന്ന റീജിയനെ നമ്മൾ ആംബുലറി റീജിയൻ എന്നൊക്കെ വിളിക്കും. അത് നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പം മനസ്സിലാക്കുക, ഈ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേമും ഓവും കൂടിച്ചേരുന്ന പ്രോസസ്സിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. എവിടെ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക? ഫീമെയിൽ ബോഡിയുടെ ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. സോ വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ? ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ gamete or fusion of sperm and ovum is called fertilization. അങ്ങനെയാണെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ് മക്കളെ? ഇവിടെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ നോക്ക്, ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ എന്തുണ്ടാകും? സൈഗോട്ട് ഉണ്ടാകും. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ എന്തുണ്ടാകും? സൈഗോട്ട് ഉണ്ടാകും. നോക്ക് മക്കളെ, ഇങ്ങോട്ട് നോക്ക്. ഫെർട്ടിലൈസേഷൻ നടന്നു, സ്പേമും ഓവം കൂടിച്ചേർന്നു. കഴിഞ്ഞാൽ ഇത് സ്പേമാണ്, ഇത് ഓവമാണ്, ഇത് രണ്ടാളും കൂടിച്ചേർന്നു. എവിടെ വെച്ചിട്ടാ കൂടിച്ചേർന്നത്? ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാ കൂടിച്ചേർന്നത്. എന്തുണ്ടാകും? സൈഗോട്ട്, സിത്താണ്ഡം ഉണ്ടാകും. ഈ സൈഗോട്ട് എന്ന് പറഞ്ഞ ആ കുട്ടി ചെറിയ കുട്ടിയല്ലേ? ഈ ചെറിയൊരു സെല്ലല്ലേ സൈഗോട്ട്? ചെറിയൊരു സെല്ലാണ്. അത് മെല്ലെ വളരാൻ തുടങ്ങുകയാണ്. അതെ, അതിങ്ങനെ വളരുകയാണ്. അങ്ങനെ വളരുമ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് വളരുക. മൈറ്റോസിസ് ഡിവിഷൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? യെസ്. ഒരു സെല്ല് 2 സെല്ലാകുന്നു, 2 സെല്ല് 4 സെല്ലാകുന്നു, 4 സെല്ല് 8 സെല്ലാകുന്നു, 8 സെല്ല് 16 സെല്ലാകുന്നു. അങ്ങനെ മൈറ്റോട്ടിക് ഡിവിഷനിലൂടെയാണ് ഈ സൈഗോട്ട് വിഭജിക്കുന്നത്, സെൽ ഡിവിഷൻ നടക്കുന്നത്. ഇതൊരു സൈഗോട്ടാണ്. ഈ ഒരു സൈഗോട്ട് എന്ന് പറഞ്ഞ സാധനം, ഈ ഒരു സിംഗിൾ സെല്ല് ആദ്യം മൈറ്റോട്ടിക് ഡിവിഷൻ. ഏതാ ഡിവിഷൻ? മൈറ്റോട്ടിക് ഡിവിഷൻ. മൈറ്റോസിസ് സംഭവിച്ച് ഒരു സെല്ല് 2 സെല്ലാകുന്നു. പിന്നെയോ ഈ ഓരോ സെല്ല് വീണ്ടും മൈറ്റോസിസ് സംഭവിച്ച് ഈ ഒരു സെല്ല് 2 സെല്ലായി, ഇത് വീണ്ടും 2 സെല്ലായി, മൊത്തം 4 സെല്ലായി. പിന്നെ ഇതിൽ ഉണ്ടായ ഓരോ സെല്ലും വീണ്ടും മൈറ്റോസിസ് ഡിവിഷൻ സംഭവിച്ച് ഇത് 2ആയി, ഇത് 2ആയി, ഇത് 2ആയി, ഇത് 2ആയി. അങ്ങനെ മൈറ്റോസിസ് ഡിവിഷൻ സംഭവിച്ച് ആദ്യം 2 സെല്ലായി, പിന്നെയോ 4ആയി, പിന്നെയോ 8ആയി, പിന്നെ 16ആയി, സോ 32ആയി. ഇങ്ങനെ പോവുകയാണ്. ഈ മൈറ്റോട്ടിക് ഡിവിഷനെ, സൈഗോട്ടിന് മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിച്ച് ആദ്യം 2ആയി, പിന്നെ 4ആയി, പിന്നെ 8ആയി, 16ആയി, 32ആയി. ഇങ്ങനെ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലീവേജ്. ഉറക്കെ പറ, ക്ലീവേജ്. ഉറക്കെ പറഞ്ഞോ, ക്ലീവേജ്. തെറിയൊന്നല്ലല്ലോ, ഉറക്കെ പറയടാ. ക്ലീവേജ് എന്നാണ് അതിൻ്റെ പേര്. എന്താ ക്ലീവേജ്? മൈറ്റോട്ടിക് ഡിവിഷൻ ഓഫ് സൈഗോട്ട് ഈസ് കാൾഡ് ക്ലീവേജ്. ഒന്നുമില്ല, സൈഗോട്ടിന് മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിച്ചിട്ട് അത് വിഭജിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലീവേജ്. ഉറക്കെ പറ, ക്ലീവേജ്. സോ വാട്ട് ഈസ് ക്ലീവേജ്? ക്ലീവേജ് എന്താ? ക്ലീവേജ്
ക്ലീവേജ്? മക്കൾ പറ എന്താ ക്ലീവേജ്? ഉറക്കെ പറഞ്ഞടാ. മൈറ്റോട്ടിക് ഡിവിഷൻ ഓഫ് സൈഗോട്ട് ഈസ് കാൾഡ് ക്ലീവേജ്. സൈഗോട്ടിന് മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിച്ച് അതിങ്ങനെ വിഭജിച്ച് ഇങ്ങനെ സെൽ ഡിവിഷൻ നടന്ന് മൈറ്റോസിസ് നടന്ന് ഇങ്ങനെ കുട്ടി ഇങ്ങനെ വലുതാകുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലീവേജ്. ആ വിഭജനത്തെ വിളിക്കുന്ന പേരാണ് ക്ലീവേജ്. അങ്ങനെ കുട്ടി ഇങ്ങനെ വലുതാവുകയാണ്. 2 സെല്ലുള്ളത് 4, ആദ്യം 1 സെല്ലുള്ളത് 2 സെല്ലായി, 2 4 4 8 8 16 അങ്ങനെ വലുതാവുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കുട്ടി ഇപ്പോൾ എവിടെയുള്ളത്? ഫെലോപ്പിയൻ ട്യൂബിലാണ്. നോക്ക് ഫെലോപ്പിയൻ ട്യൂബിലാണ് കുട്ടി ഇങ്ങനെ വലുതാവുന്നത്. എടാ നോക്കടാ, ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇടുങ്ങിയ ഭാഗമല്ലേ? ഒരു ഇടുങ്ങിയ ഭാഗമാണ് ഫെലോപ്പിയൻ ട്യൂബ്. ഈ ഫെലോപ്പിയൻ ട്യൂബിൽ കുട്ടി ഇങ്ങനെ കാലാകാലം വളരാൻ പറ്റുമോ? പറ്റൂല. ഒരു പ്രത്യേക ലെവൽ എത്തിക്കഴിഞ്ഞാൽ, ഒരു പ്രത്യേക വളർച്ച എത്തിക്കഴിഞ്ഞാൽ ഈ ഫെലോപ്പിയൻ ട്യൂബിലുള്ള കുട്ടി ഉരുണ്ട് എങ്ങോട്ട് വരണം? ഗർഭപാത്രം അല്ലെങ്കിൽ യൂട്രസിലേക്ക് വരണം. എവിടെ വരണം? യൂട്രസിലേക്ക് വരണം. യൂട്രസിൽ വന്നിട്ട് ഒട്ടിപ്പിടിക്കണം. ബാക്കി വളർച്ച എവിടെ വെച്ചിട്ടാണ് നടക്കേണ്ടത്? യൂട്രസിൽ വെച്ചിട്ടാണ് നടക്കേണ്ടത്. എടാ, ഫെലോപ്പിയൻ ട്യൂബിൽ കുട്ടി ഇങ്ങനെ കാലാകാലം വളരുകയാണെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ് ഇടുങ്ങിയ ഒരു ട്യൂബല്ലേ, അത് പൊട്ടിപ്പോകൂലേ? അതുകൊണ്ട് സെൽ ഡിവിഷൻ ഇങ്ങനെ ക്ലീവേജ് ഇങ്ങനെ നടന്ന് ഒരു പ്രത്യേക ഒരു സ്ട്രക്ചർ ആയിക്കഴിഞ്ഞാൽ ആ പറയുന്ന ഈ സൈഗോട്ട് അല്ലെങ്കിൽ ഈ ബ്ലാസ്റ്റോസിസ്റ്റിനെ നമ്മൾ ഈ യൂട്രസിലേക്ക് അതിനെങ്ങനെ ഉരുണ്ട് പോയി യൂട്രസിലേക്ക് അറ്റാച്ച് ചെയ്യും. എടാ, സൈഗോട്ട് സെൽ ഡിവിഷൻ നടന്ന് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന ഒരു സ്ട്രക്ചർ ആവും. സൈറ്റോസിസ് സെൽ ഡിവിഷൻ നടന്ന് ബ്ലാസ്റ്റോസിസ്റ്റ്. എന്താ ഈ സ്ട്രക്ചറിന്റെ പേര്? ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന സ്ട്രക്ചർ ആയി കഴിഞ്ഞാൽ ആ സ്ട്രക്ചറാണ് എവിടെ പോയി അറ്റാച്ച് ചെയ്യുക? യൂട്രസിൽ ചെന്ന് പറ്റിപ്പിടിക്കുക, അറ്റാച്ച് ചെയ്യുക. അങ്ങനെ യൂട്രസിൽ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന കുറച്ച് വലിയ കുട്ടി അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇംപ്ലാന്റേഷൻ. ബ്ലാസ്റ്റോസിസ്റ്റിനെ കുറിച്ചും അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ പിന്നീട് പഠിക്കാനുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഗോട്ട് ഇങ്ങനെ ക്ലീവേജ് സംഭവിച്ച് ഡിവൈഡ് ചെയ്ത് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന ഒരു സ്ട്രക്ചർ ആയി കഴിഞ്ഞാൽ ആ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന ആ സ്ട്രക്ചർ നമ്മുടെ യൂട്രസിൻ്റെ നമ്മുടെ അമ്മമാരുടെ യൂട്രസിൻ്റെ ഭിത്തിയിൽ വന്ന് അറ്റാച്ച് ചെയ്യും. ആ അറ്റാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടി വളരുമോ? വളരൂല. കാരണം ഫെലോപ്പിയൻ ട്യൂബിൽ കാലാകാലം കുട്ടിയെ വളർത്താൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പല്ലേ ഈ അറ്റാച്ച്മെൻറ്റ്? ആണ് സാറേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. എന്താ വിളിക്കുക? ഇംപ്ലാന്റേഷൻ. ഉറക്കെ പറ, ഇംപ്ലാന്റേഷൻ. എന്താ ആ സ്റ്റേജിൻ്റെ പേര്, ആ സ്റ്റെപ്പിൻ്റെ പേരെന്താ? ഇംപ്ലാന്റേഷൻ. സോ വാട്ട് ഈസ് ഇംപ്ലാന്റേഷൻ? ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ ഉറക്കെ പറഞ്ഞോ, അറ്റാച്ച്മെന്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് ഇൻടു യൂട്ടറൈൻ വാൾ. എന്താ പറഞ്ഞത്? അറ്റാച്ച്മെന്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് ഇൻടു യൂട്ടറൈൻ വാൾ. യൂട്രസിന്റെ ഭിത്തിയിൽ, യൂട്രസിന്റെ വാളിൽ ഈ പറയുന്ന ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന കുട്ടി അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. ആ ഇംപ്ലാന്റേഷൻ നടന്നിട്ടില്ലെങ്കിലോ ആ സ്ത്രീ ഗർഭം ഇങ്ങനെ തുടരാൻ പറ്റുമോ? തുടരാൻ കഴിയൂല, പോസിബിൾ അല്ല, ആകെ പ്രശ്നത്തിലാകും. അതുകൊണ്ട് ഇംപ്ലാന്റേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് ഇവന്റ് ആണ് റീപ്രൊഡക്ഷനിൽ. അങ്ങനെ ഇംപ്ലാന്റേഷൻ സംഭവിച്ചു എന്ന് വിചാരിക്ക്. ഇംപ്ലാന്റേഷൻ സംഭവിച്ചു. നോക്ക്, നിങ്ങൾ ഇതൊരു കഥ പോലെ പഠിച്ചാൽ മതി. ആദ്യം നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ശരീരത്തിൽ സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്ന ഗാമറ്റോജെനിസിസ് സംഭവിച്ചു. നമ്മുടെ ഭാര്യയുടെ ശരീരത്തിലോ ഊജെനിസിസ് എന്ന് പറയുന്ന ഓവം ഉണ്ടാകുന്ന പ്രോസസ് സംഭവിച്ചു. ഒന്നാമത്തെ സ്റ്റെപ്പ് ഭാര്യ ഭർത്താക്കന്മാരുടെ ശരീരത്തിൽ സംഭവിച്ചു. ഓക്കെ, അവരെല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ ഗമേറ്റുകൾ രണ്ടും ഉണ്ടായി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ഇൻസെമിനേഷൻ. ഭർത്താവിൻ്റെ ശരീരത്തിലുള്ള സ്പേം ഭാര്യയുടെ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സ്, ട്രാൻസ്ഫർ ഓഫ് സ്പേം ഇൻടു ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്. ഇൻസെമിനേഷൻ സംഭവിച്ചു. ഇൻസെമിനേഷൻ സംഭവിച്ച് ആ സ്പേം ഈ ഓവത്തിനോട് കൂടിച്ചേരണം. എവിടെ വെച്ചിട്ടാ കൂടിച്ചേരുക? അത് ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാ കൂടിച്ചേരുക. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. ഓർക്ക പറ, ഫെർട്ടിലൈസേഷൻ. അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് ആ സൈഗോട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വളരാൻ തുടങ്ങി. ദ മൈറ്റോട്ടിക് ഡിവിഷനിലൂടെയാണ് വളരുന്നത്. മൈറ്റോട്ടിക് ഡിവിഷൻ ഓഫ് സൈഗോട്ട് ഈസ് കാൾഡ് ക്ലീവേജ്. മറക്കരുത്, വാട്ട് ഈസ് ക്ലീവേജ്? മൈറ്റോട്ടിക് ഡിവിഷൻ ഓഫ് സൈഗോട്ട് ഈസ് കാൾഡ് ക്ലീവേജ്. ഒരിക്കലും മറക്കരുത്. അങ്ങനെയാണെങ്കിൽ ക്ലീവേജ് സംഭവിച്ച്
കുട്ടി ഇങ്ങനെ വളർന്ന് ബ്ലാസ്റ്റോസിസ്റ്റ് എന്നൊരു സ്ട്രക്ചറിലെത്തി. എവിടെത്തി? ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന ഒരു സ്ട്രക്ചറിലെത്തി. ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന സ്ട്രക്ചറിലെത്തിയാൽ ആ കുട്ടി പിന്നെ ഫെലോപ്പിയൻ ട്യൂബിൽ നിൽക്കൂല. ആ കുട്ടി നേരെ യൂട്രസിൽ ചെന്ന് അറ്റാച്ച് ചെയ്യും. ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് ഇംപ്ലാന്റേഷൻ. സോ വാട്ട് ഈസ് ഇംപ്ലാന്റേഷൻ? അറ്റാച്ച്മെന്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് ടു യൂട്രൈൻ വാൾ. എടാ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എൻ്റെ കൂടെ നിങ്ങൾ പറയണം, ഇപ്പം തന്നെ പഠിച്ച് സെറ്റാക്കണം. ഇതിൽ നിന്നുള്ള എല്ലാ ചോദ്യവും എല്ലാ ചോദ്യത്തിനും എൻ്റെ മക്കൾ ഉത്തരം എഴുതണം. അങ്ങനെയാണെങ്കിൽ കുട്ടി ഇപ്പോൾ ഗർഭപാത്രത്തിൽ ഇങ്ങനെ വളരാൻ തുടങ്ങുകയാണ്, യൂട്രസിൽ ഇങ്ങനെ വളരാൻ തുടങ്ങുകയാണ്. അതെ, പിന്നെ നമ്മുടെ അമ്മമാർ ഇങ്ങനെ എണ്ണിക്കാത്തിരിക്കുകയാണ് നമ്മളെ പ്രസവിക്കാൻ വേണ്ടി. അങ്ങനെ ഗർഭകാലം, കുട്ടി വളരുന്ന അമ്മയുടെ ഉദരത്തിൽ ഗർഭപാത്രത്തിൽ കുട്ടി വളരുന്ന കാലഘട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജസ്റ്റേഷൻ. അടുത്ത ഇവന്റ് ഏതാ? ജസ്റ്റേഷൻ. ഗർഭകാലം, ജസ്റ്റേഷൻ പീരീഡ്. 280 ദിവസവും ഞാനും നിങ്ങളും നമ്മുടെ അമ്മമാരുടെ വയറ്റിൽ ഗർഭപാത്രത്തിൽ വളർന്നിട്ടുണ്ട്. 9 മാസവും 10 ദിവസവും 280 ദിവസം ജസ്റ്റേഷൻ പീരീഡ്. ആ സമയത്താണ് കുട്ടി ഇങ്ങനെ വളരുന്നു. 1-ാമത്തെ മാസത്തിൽ ഹൃദയം ഉണ്ടാകുന്നു. അങ്ങനെ ഓരോ മാസത്തിൽ ഓരോ അവയവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായി നമ്മളിങ്ങനെ വലിയ വലിയ കുട്ടിയായിട്ട് അവസാനം നമ്മുടെ 9 മാസവും 10 ദിവസവും കഴിഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ നിന്നും നമ്മൾ പുറംലോകം കാണുന്നു. ഈ ഗർഭകാലത്ത് എന്താ സംഭവിക്കുക? കുട്ടിയുടെ ഡെവലപ്മെന്റ്. സോ ജസ്റ്റേഷൻ പീരീഡ് എത്ര ദിവസമാണ്? 280 ദിവസമാണ്. 9 മാസവും 10 ദിവസവുമാണ്. അപ്പൊ എന്താ നടക്കുക? എംബ്രിയോണിക് ഡെവലപ്മെന്റ് നടക്കുക. എന്താ നടക്കുക? എംബ്രിയോണിക് ഡെവലപ്മെന്റ്. കുട്ടി ഇങ്ങനെ എംബ്രിയോ എന്ന കുട്ടി ഇങ്ങനെ വളർന്ന് ഡെവലപ്മെന്റ് നടക്കുന്ന കാലഘട്ടമാണ് ജസ്റ്റേഷൻ പീരീഡ്. അങ്ങനെ 280 ദിവസം കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ്. അതേ, അമ്മമാര് ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന, പ്രിയപ്പെട്ട അച്ഛന്മാര് ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ആ പ്രസവം നടക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാര്, പ്രിയപ്പെട്ട അച്ഛന്മാര് ലേബർ റൂമിന്റെ മുമ്പിൽ ഇങ്ങനെ സങ്കടത്തോടു കൂടി, ആ ബേജാറോട് കൂടി ഇരിക്കുന്ന ആ ഒരു സമയം. അതെ, പാർച്ചുറേഷൻ, പ്രസവത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാർച്ചുറേഷൻ. ഉറക്കെ പറ, പാർച്ചുറേഷൻ. ഉറക്കെ പറഞ്ഞേ, പാർച്ചുറേഷൻ. പ്രസവത്തെ വിളിക്കുന്ന പേര് പാർച്ചുറേഷൻ. സോ വാട്ട് ഈസ് പാർച്ചുറേഷൻ? ഡെലിവറി ഓഫ് ദ ബേബി. ഡെലിവറി ഓഫ് ബേബി ഈസ് കാൾഡ് പാർച്ചുറേഷൻ. യെസ്, ഇതാണ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഇവന്റുകൾ. മക്കളെ, റീപ്രൊഡക്ഷന്റെ ഈവന്റുകൾ, ഘട്ടങ്ങൾ 6 എണ്ണമാണ്. ഉറക്കെ പറഞ്ഞോ. 1-ാമത്തെ ഘട്ടം ഗമിറ്റോജെനിസിസ്, 2 ഇൻസെമിനേഷൻ, 3 ഫെർട്ടിലൈസേഷൻ, 4 ഇംപ്ലാന്റേഷൻ, 5 ജസ്റ്റേഷൻ, 6 പാർച്ചുറേഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് വാട്ട് ഈസ് സ്പെർമറ്റോജെനിസിസ്, ഫോർമേഷൻ ഓഫ് സ്പെർമ. വാട്ട് ഈസ് oogenesis, formation of ovum. What is gametogenesis? Formation of gamete. What is insemination? Transfer of sperm into female genital tract. What is fertilization? Fusion of male and female gamete is called fertilization. What is implantation? Implantation, attachment of a blastocyst into female uterine wall. That process is called implantation. Implantation പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു വാക്ക് പരിചയപ്പെട്ടു, ക്ലീവേജ്. എന്താ ക്ലീവേജ്? മൈറ്റോട്ടിക് ഡിവിഷൻ ഓഫ് സൈഗോട്ട് ഈസ് കാൾഡ് ക്ലീവേജ്. അടുത്ത സ്റ്റെപ്പ് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റെപ്പ് ഏതാ? ഗർഭകാലം, ജസ്റ്റേഷൻ. എത്രയാ സമയം? 280 ദിവസം. മറക്കരുത്, 280 ഡേയ്സ്. അങ്ങനെ 9 മാസവും 10 ദിവസവും അല്ലെങ്കിൽ 280 ദിവസം കഴിഞ്ഞാൽ അമ്മമാര് പ്രസവിക്കുന്നു. ദാറ്റ് ഈസ് കാൾഡ് പാർച്ചുറേഷൻ, ഡെലിവറി ഓഫ് ബേബി. എൻ്റെ മക്കളെ, ഈ ചാപ്റ്ററിൽ ഈ 6 കാര്യങ്ങളുണ്ടല്ലോ, 6 ഇവന്റുകൾ ഉണ്ടല്ലോ, ഈ 6 ഇവന്റുകളെ കുറിച്ച് പഠിക്കാൻ മാത്രമാണ് നമ്മുടെ ഈ ചാപ്റ്ററിലുള്ളത്. അതുകൊണ്ട് അടുത്ത സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ 6 ഇവന്റുകളെ വിശാലവിസ്തൃതമായി നമ്മൾ പഠിക്കുന്നു. അതിമനോഹരമായി നമ്മൾ ഈ ചാപ്റ്റർ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാത്ത വിധത്തിൽ ക്രാക്ക് ചെയ്തെടുക്കുന്നു, പഠിച്ചെടുക്കുന്നു. യെസ്.